बिल्कुल नहीं छोड़ा, पनपने ही नहीं चाहिए। मैं तो आज भी बोलता हूँ कि कुछ भी हो, लेडीज हो, बच्चे हो, कुछ भी हो, काटने से हो कुछ, मारो काटो जला करो। कैसा लगता है जब मारते तो कैसा मजा आता है सब। उसको मार के आके घर पे सो गए। फिर नरेंद्र भी हमारे को संदेशा भेजा कि ठहर जाओ, मैं अभी सेटिंग करता हूँ, अभी टाइम निकल गया है। फिर उन्होंने जज को भेजा, जज ने फाइल नहीं कुछ नहीं, बोले जा रहे। तो उन्होंने जो 3 दिन का मोहलत दिया था, वो भी करना चाहो कर लो। എന്തൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് പേജുകളിലും എല്ലാം? ബോയ്ക്കോട്ട് എമ്പുരാൻ. കാരണം പല ആൾക്കാർക്കും കുരുപൊട്ടിയിട്ടുണ്ട്. അവരുടെ അമർഷം തീർക്കുന്നു. ചിലർ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ബുക്ക് ചെയ്ത് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അതിലും നല്ലത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കും, കാണാൻ ആഗ്രഹമുള്ളവർക്ക്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഒരു സിനിമ ഇറങ്ങി, ഓക്കെ, ലൂസിഫറിന്റെ അത്രയും എമ്പുരാൻ എത്തിയിട്ടില്ലെങ്കിൽ പോലും എമ്പുരാൻ വെൽ മെയ്ഡ്, വെൽ ക്രാഫ്റ്റ് മൂവിയാണ്. തിയേറ്ററിൽ എൻജോയ് ചെയ്യേണ്ട ഒരു പടമാണ്. അത് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഇനി കാണാതിരിക്കുകയോ കാണുകയോ ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം താല്പര്യം. പക്ഷെ ഞാൻ പറയുന്നത് ഇതാണ്, ഇതുപോലൊരു നല്ല സിനിമ വന്ന് നിങ്ങൾ കാണാതെ, ഒരു സിനിമ കാണാതെ വിമർശിക്കുന്നത് ഭയങ്കര മോശമാണ്. കണ്ടിട്ട് വിമർശിക്കും പല ആൾക്കാരും. ഇതെനിക്ക് പ്രത്യേകം പറയാനുള്ള പല ആൾക്കാരോടുമാണ്. സിനിമ കാണാതെ സിനിമയെ പറ്റി വിമർശിക്കുന്ന പല ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. നിങ്ങൾ ആദ്യം സിനിമ കാണൂ, എന്നിട്ട് വിമർശിക്കൂ. ഓക്കെ, സിനിമ കണ്ടിട്ട് വിമർശിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മാത്രം അഭിപ്രായം തുറന്നു പറയുന്നു. അത് പക്ഷേ പൊളിറ്റിക്കലും റിലീജിയൻ ആയിട്ട് താരതമ്യം ചെയ്തിട്ട് നിങ്ങൾ വർഗീയ വിഷം തുപ്പാതിരിക്കും. ഇത് മാത്രം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിവേ, നിങ്ങളുടെ ഓരോ ഡിഗ്രേഡിലും ബുക്ക് മൈ ഷോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്തേറെ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പെർ അവർ. എന്തായാലും 10K ബുക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇതുപോലെ പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. അതായത് പാർട്ടികൾക്കെതിരായും റിലീജിയനെതിരായും പല സിനിമകൾ വന്നിട്ട് പോലും അന്ന് ഇപ്പം വിമർശിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് സിനിമയായിട്ട് കാണും. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ ഒരു സിനിമ വന്നു, എമ്പുരാൻ എന്ന സിനിമ വന്നിട്ട് ആ സിനിമയെ നിങ്ങൾ സിനിമയായിട്ട് കാണും, എന്നിട്ട് വിമർശിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, എത്രയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സിനിമ, ഇഷ്ടപ്പെടാത്തവർ അവരുടെ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ഓരോ തിയേറ്റർ റിവ്യൂ എടുത്ത് നോക്കുമ്പോൾ അറിയാം. പക്ഷെ അതിനെ പൊളിറ്റിക്കൽ പരമായി കഥയെ ആസ്പദമാക്കി പൊളിറ്റിക്കലായിട്ട് പറഞ്ഞ് പല ആൾക്കാരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് പാർട്ടിയിൽ നിൽക്കുന്നവരായിക്കോട്ടെ, ഒരു ഞങ്ങൾക്കുള്ള കൊട്ടാണല്ലോ എന്ന് ചിന്തിച്ച് പോസ്റ്റ് ഇടുന്നവരായിക്കോട്ടെ, എന്തിനാണത്? പിന്നെ ഇപ്പൊ മോഹൻലാലിനെതിരെയും ഇവരുടെ ആൾക്കാർ വന്നു തുടങ്ങി. അയ്യോ, നിങ്ങൾ ഇത് എന്താണ് കാണിക്കുന്നത്, അയ്യോ നിങ്ങൾ എന്താണ് ലാലെ ഇത് എന്നൊക്കെ ഹെഡിങ് ഒക്കെ കൊടുത്ത് പല ആൾക്കാരും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെക്കാളൊക്കെ എത്രയോ ബെറ്റർ ആണ് എനിക്കിപ്പോ തോന്നുന്നു ഈ അനാവശ്യമായി പോസ്റ്റ് ഇട്ട് സിനിമ കാണാതെ ഈ ടിക്കറ്റ് ക്യാൻസൽ ആക്കുന്നവരുണ്ടല്ലോ. അവര് സിനിമ കാണാതെയാണല്ലോ ടിക്കറ്റ് ക്യാൻസൽ ആക്കുന്നത്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ വെറുതെ പോസ്റ്റ് ഇട്ട് ഒരു നല്ല സിനിമയെ അവർ ഇല്ലാതാക്കുകയാണ്. എന്തായാലും ഐമാക്സിൽ എനിക്ക് ഒരിക്കൽ കൂടി കാണും. അപ്പം ഏപ്രിൽ ഫസ്റ്റ് ഇനി ഐമാക്സിൽ ഞാൻ ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടിയില്ല. ഐമാക്സിൽ ഞാൻ ഒന്നുകൂടെ കാണും ഈ സിനിമ വിത്ത് ഫാമിലി.